KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. UDF സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരം. കേന്ദ്ര സഹമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. കനയ്യകുമാറിനെതിരായ വീഡിയോ ദൃശ്യങ്ങൾ വ്യാജമെന്ന ഫോറൻസിക് റിപ്പോർട്ട്. സിറിയയിൽ 10,000ങ്ങൾ പട്ടിണി മരണത്തിന്റെ വക്കിലെന്ന UN റിപ്പോർട്ട്. കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി KC ജോസഫിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചില്ല. പെട്രോൾ പമ്പ് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ തീരുമാനമായില്ല. ഒമാനിലെ ഇബ്രയിൽ വാഹനാപകടം, 18 പേർ മരിച്ചു. CBSE ഡ്രസ് കോഡ്, മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിന്. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ T നസറുദ്ദീൻ ആലപ്പുഴ അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിൽപ്പന നികുതി ഓഫീസിലേക്ക് വ്യാപാരികൾ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം സംസ്ഥാനത്ത് പൂർണ്ണമാണ്. വിൽപ്പന നികുതി ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പതിവ് ശൈലിയിൽ നിന്നും മാറി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കി അകത്ത് കടക്കാനും ശ്രമിച്ചു. പ്രവർത്തകരുടെ രോഷവും പ്രതിഷേധവും ഉൾക്കൊണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ T നസറുദ്ദീന്റെ പ്രസംഗം. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച നസറുദ്ദീൻ വ്യാപാരി ദ്രോഹ നയങ്ങൾ ആരോപിച്ച് UDFനെതിരെ പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് ആഹ്വാനം നൽകി. എഴുതി കിട്ടിയ കുറെ അവകാശങ്ങളുണ്ട്, വ്യാപാരികളെ അംഗീകരിക്കൽ തുടങ്ങിയ അവകാശങ്ങൾ കഴിഞ്ഞ 4.5 കൊല്ലത്തിന്റെ ഭരണത്തിന്റെ ഫലമായി ഒന്നൊന്നായി നശിച്ചുകൊണ്ട് ഇപ്പോൾ മരിക്കുക എന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ വ്യാപാരികളെ എത്തിച്ചിരിക്കുകയാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാർ. അതുകൊണ്ട് ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി സംഘടന തീരുമാനമെടുത്തിരിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷന്റെയും ബേക്കേഴ്സ് അസോസിയേഷന്റെയും പിന്തുണ സമരത്തിനുണ്ട്. ആത്മഹത്യ ചെയ്ത വ്യാപാരിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, വിധവയ്ക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി റാംശങ്കർ കത്താരിയ നടത്തിയ വിവാദ പ്രസംഗത്തെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. കത്താരിയയുടെ വിവാദ പ്രസംഗത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെയും ജ്യോതിരാദിത്യ സിന്ധ്യയും ലോക്സഭയിലും കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ആഗ്രയിൽ VHP ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ മാത്തൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അനുശോചന യോഗത്തിലാണ് കത്താരിയ വിവാദ പ്രസംഗം നടത്തിയത്. മുസ്ലിങ്ങളെ രാക്ഷസന്മാരായും രാവണന്റെ അനുയായികളായും ചിത്രീകരിച്ച് നടത്തിയ യോഗത്തിലാണ് കത്താരിയയുടെ വിവാദ പ്രസ്താവന. മുസ്ലിങ്ങൾക്കെതിരെ തെരുവിലിറങ്ങണമെന്നും അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സംഘപരിവാർ പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സിറിയയിൽ 10,000കണക്കിന് ആളുകൾ പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്ന് UN റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന യുദ്ധങ്ങളിലും ഉപരോധങ്ങളിലുമാണ് ജനം മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നതെന്ന് UN മനുഷ്യാവകാശ സംഘടനാ മേധാവി സെയ്ദ് റആദ് അൽ ഹുസൈൻ പറഞ്ഞു. വെടിനിർത്തൽ കരാർ 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രക്കുകളിൽ അവശ്യവസ്തുക്കൾ എത്തിക്കാൻ ഒരുങ്ങിയതായി അദ്ദേഹം പറഞ്ഞു. യുദ്ധം രൂക്ഷമായ കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വെടിവെപ്പ് രൂക്ഷമായ ഇത്തരം സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഏറെ പ്രയാസപ്പെട്ടാണ് നടത്തിയത്. UN കണക്ക് പ്രകാരം 5 ലക്ഷം സിറിയക്കാർ ഉപരോധങ്ങളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളിൽ കഴിയുന്നുണ്ടെന്നും ഇതിൽ 4 ലക്ഷം പേർ പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്നുമാണ് റിപ്പോർട്ട്. സിറിയൻ ജനതയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റിയ മികച്ച സമയമാണിതെന്ന് എൽ ഹില്ലോ പറഞ്ഞു. കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി KC ജോസഫ് നേരിട്ട് ഹാജരായി മാപ്പപേക്ഷ സമർപ്പിച്ചു. തെറ്റ് ബോധ്യപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നും മന്ത്രി കോടതിയിൽ ബോധിപ്പിച്ചു.
എന്നാൽ മാപ്പപേക്ഷ കോടതി പരിഗണിച്ചില്ല. വിശദാംശങ്ങൾ അടങ്ങിയ മാപ്പപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കോടതി കെ.സി. ജോസഫ് മാപ്പ് പറയേണ്ടത് ജനങ്ങളോടാണെന്നും നിരീക്ഷിച്ചു. ഈ മാസം 10-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. മന്ത്രിയുടെ മാപ്പപേക്ഷ പൊതുജനങ്ങളിൽ എത്തണമെന്ന് കോടതി പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ മാപ്പപേക്ഷ നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ മാപ്പപേക്ഷിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് കോടതി പറയുന്നില്ലെന്നും അതേസമയം സ്വീകരിച്ച മാർഗം തൃപ്തികരമാണോ എന്ന് പരിശോധിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഫേസ്ബുക്ക് പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കെ.സി. ജോസഫ് രാവിലെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. കോടതിയലക്ഷ്യം ഉണ്ടാകുമെന്ന് കരുതിയല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നും അവിചാരിതമായി സംഭവിച്ചതാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വൈകിട്ട് 3 മണിയോടെ അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാവുകയായിരുന്നു. 2015 ജൂൺ 23-ന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിനെ രൂക്ഷമായി വിമർശിച്ച ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് മന്ത്രിക്ക് വിനയായത്. ജഡ്ജി നീലച്ചായം നിറച്ച തൊട്ടിയിൽ വീണ കുറുക്കനാണെന്ന് എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശം. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വീണ്ടും പരീക്ഷണ പറക്കൽ നടത്തുമെന്ന് എം.വി. ജയരാജൻ. പരീക്ഷണ പറക്കലിന് അനുയോജ്യമായ വിമാനമല്ല ഇന്നലെ ഇറക്കിയതെന്ന് പൈലറ്റ് തന്നെ സമ്മതിച്ചുവെന്നും ജയരാജൻ പറഞ്ഞു. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെയാണ് ഇന്നലെ പരീക്ഷണ പറക്കൽ നടത്തിയത്. ഈ പരീക്ഷണ പറക്കലിലൂടെ ഉമ്മൻചാണ്ടി സർക്കാർ 1 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പരീക്ഷണ പറക്കൽ നടത്തിയത്. പണി പൂർത്തിയാകാതെയാണ് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാന ആരോപണം. വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സിബിഎസ്ഇ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോഴിക്കോട് ചേർന്ന മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ ശിരോവസ്ത്രം ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി സിബിഎസ്ഇ തുടരുന്ന മൌലികാവകാശ ലംഘനത്തിനെതിരെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുവാനും കോഴിക്കോട് ലീഗ് ഹൌസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മാർച്ച് 4-ന് കോഴിക്കോട് നടക്കുന്ന സമരസംഗമത്തിൽ ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കും. വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. തുടർന്ന് സിബിഎസ്ഇ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കും. സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ടി.പി. അഷ്റഫ് അലി ചെയർമാനും മുസ്തഫ തൻവീർ ജനറൽ കൺവീനറും റഹീം ചുഴലി ട്രഷററുമായി ജോയിന്റ് ആക്ഷൻ കൌൺസിൽ ഫോർ ഹിജാബ് റൈറ്റേഴ്സ് രൂപീകരിച്ചു. ഷംസീർ ഇബ്രാഹിം, പി.ജി. മുഹമ്മദ്, ജലീൽ മാമാങ്കര, നസീഫ്, മുഹമ്മദ് ഫെബാരി തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. വിവിധ വിദ്യാർത്ഥി സംഘടനകളായ എസ്എസ്എഫ്, എസ്കെഎസ്എസ്എഫ്, എംഎസ്എഫ്, ഹരിത, ജിഐഒ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ജെഎൻയു വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിനെതിരായി വന്ന ദൃശ്യങ്ങൾ വ്യാജമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. 7 വീഡിയോകളിൽ 2 വ്യാജമാണ്. ഡൽഹി സർക്കാരാണ് ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത്. കനയ്യക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയത് ഈ ദൃശ്യങ്ങൾ തെളിവാക്കിയായിരുന്നു. അതേസമയം ഏറെ ദുരുപയോഗം ചെയ്യപ്പെട്ട രാജ്യദ്രോഹക്കുറ്റം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യദ്രോഹക്കുറ്റത്തിലെ വിവാദ വ്യവസ്ഥകൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ ദേശീയ നിയമ കമ്മീഷനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. പെട്രോൾ പമ്പ് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ തീരുമാനമായില്ല. പുതിയ ലൈസൻസുകൾ സ്വീകാര്യമല്ലെന്ന് എണ്ണക്കമ്പനികൾ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണമെന്നും അറിയിച്ചു. അതേസമയം പെട്രോൾ പമ്പുടമകളുടെ അനിശ്ചിതകാല സമരം മൂലം സംസ്ഥാനം ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പമ്പുകളും എണ്ണക്കമ്പനികൾ നേരിട്ട് നടത്തുന്ന പമ്പുകളും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നാളെയും സമരം തുടർന്നാൽ ഉച്ചയോടെ സ്വകാര്യ ബസ് സർവീസ് അടക്കം പൊതുഗതാഗത സംവിധാനത്തെ ബാധിക്കാനിടയുണ്ട്. നഗരങ്ങളെക്കാൾ മലയോര മേഖല ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളിലാകും പ്രതിസന്ധി രൂക്ഷമാവുക. ഗൾഫ് വാർത്തകൾ. ഒമാനിലെ ഇബ്രയിൽ വാഹനാപകടത്തിൽ 18 പേർ മരിച്ചു. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഇബ്ര, നിസ്വ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചത്. ഇബ്രി സഫൂദ് റോഡിലാണ് അപകടം. സലാലയിൽ നിന്ന് ദുബൈയിലേക്ക് പോകുന്ന ജിടിസി ബസും ട്രക്കും കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇന്നലെ രാത്രി ഇബ്ര ഓയിൽ കമ്പനിയിലെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജീവനക്കാർ സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വിവിധ രാജ്യക്കാരാണ് മരിച്ചതെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ,
കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ. ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളേ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ. കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം. ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം. ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മജീദ് കക്കാടിന് ജന്മനാടിന്റെ ഊഷ്മള സ്വീകരണം. SYS സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി CP സേതലവി മാസ്റ്റർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. കക്കാട് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് T കുഞ്ഞുമുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മജീദ് കക്കാടിന് നാടിന്റെയും SSF കമ്മിറ്റിയുടെയും ഉപഹാരങ്ങൾ മുദരിസ് ഹസൻ സഖാഫി തുവ്വൂരും നാസർ ചെറുവാടിയും CP സേതലവി മാസ്റ്റർക്ക് N അലി അബ്ദുള്ളയും കക്കാട് മഹല്ല് ജനറൽ സെക്രട്ടറി TP ഇസ്മായിൽ മാസ്റ്ററും നൽകി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദ്, വാർഡ് അംഗം G അബ്ദുൽ അക്ബർ, SYS ജില്ലാ സെക്രട്ടറി നാസർ ചെറുവാടി, OM തരുവണ, സോൺ സാരഥികളായ CK ഷമീർ മാസ്റ്റർ, മജീദ് പുത്തോടി തുടങ്ങിയവർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സഹമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. UDF സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരം. കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി KC ജോസഫിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചില്ല. CBSE ഡ്രസ് കോഡ് മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിന്. ഒമാനിലെ ഇബ്രയിൽ വാഹനാപകടം, 18 പേർ മരിച്ചു. സിറിയയിൽ 10,000 പട്ടിണി മരണത്തിന്റെ വക്കിലെന്ന് UN റിപ്പോർട്ട്. കനയ്യകുമാറിനെതിരായ വീഡിയോ ദൃശ്യങ്ങൾ വ്യാജമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.